ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു അരിത്തമെറ്റിക് സീരീസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സം എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നമുക്കിന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു സീരീസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ടേം നെഗറ്റീവ് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. മൈനസ് തൊട്ട് പോസിറ്റീവ് വരെയുള്ള ഒരു സീരീസാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. സോ കോമൺ നമുക്ക് ഡിഫറൻസ് നോക്കാം. +6, അടുത്ത രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് നോക്കിയാലും +6, ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. അത് ഇനി പോസിറ്റീവിലോട്ട് വന്നാലോ, അഗെയിൻ കോമൺ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? +6 തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ സീരീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് അല്ലെങ്കിൽ നെഗറ്റീവ് തൊട്ട് പോസിറ്റീവ് വരെയുള്ള നമ്പേഴ്സാണ് ഈ സീരീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ സം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ, നമ്മൾ ഇക്വേഷനിലൊക്കെ പ്രൂവ് ചെയ്ത പോലെ, സം ഓഫ് n ടേംസ് വിൽ ബി ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2. അതായത് ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേമിൻ്റെ ആവറേജ് ഇൻറ്റു n. അതായത് n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഇൻ ദി സീരീസ് അല്ലേ. ഓക്കെ, ഫൈൻ. അപ്പോൾ Sn നമുക്കിവിടെ കണ്ടുപിടിക്കാം. ഇപ്പോൾ a1 പ്ലസ് an ബൈ 2 ഇൻറ്റു n, അതാണ് നമ്മളുടെ Sn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലേ. ഓക്കെ, ഇനി നമുക്കറിയാം a1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, അതായത് -50 ആണ്. an എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം, അത് 2044 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2 ഇൻറ്റു n ആണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ, അൺനോൺ ആയിട്ടുള്ളൊരു വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? n ആണ് നമുക്കിവിടെ ഇനി കിട്ടാനുള്ളൊരു വാല്യൂ. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 2044 minus of 50 is equal to 2044 plus 50 is equal to 2094 ആണ് വന്നിട്ടുള്ളത് അല്ലേ. അതെങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ലാസ്റ്റ് ടേം -50, അത് വരാനുള്ള കാരണം നമുക്ക് -50 ആയതുകൊണ്ടാണ് മൈനസ് ഓഫ് മൈനസ് വന്നത്. ഓക്കെ, അതുകൊണ്ട് അത് പ്ലസ് ആയി, വിച്ച് ഇസ് ഈക്വൽ ടു 2094 നമുക്ക് കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1094 ഡിവൈഡഡ് ബൈ 6 ചെയ്താലാണ് നമുക്ക് എത്ര ടേംസ് ഇതിലുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ 2094 ബൈ 6 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 349 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 2094 ബൈ 6 ഇസ് ഈക്വൽ ടു 349 നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 349 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 50യിൽ നിന്ന് +6 കൊടുത്തപ്പോഴാണ് -44 കിട്ടിയത്. അപ്പോൾ അത് 1 ആയിട്ട് നമ്മൾ കൂട്ടി, അഗെയിൻ അടുത്ത നമ്പർ 2 ആയിട്ട് കൂട്ടി, അങ്ങനെ പോയി 349 ടേംസ് വരെ ഉണ്ട് അതിൽ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 50 എന്ന് പറയുന്ന നമ്പറിനെ ആഡ് ചെയ്തിട്ടില്ല അല്ലേ. അപ്പോൾ എത്ര ടേംസ് ആ സീരീസിലുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 349 പ്ലസ് 50 എന്ന് പറയുന്നത് ഒരു ടേം തന്നെയല്ലേ. അപ്പോൾ അതിനെയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഓവറോൾ അല്ലെങ്കിൽ മൊത്തം ഉള്ള വാല്യൂസ് എത്രയാണെന്നുള്ളത് കിട്ടും. അപ്പോൾ 349 അല്ല അതിലെ ആക്ച്വൽ നമ്പർ ഓഫ് ടേംസ്, 349 പ്ലസ് 1 എന്നും കൂടിയും വരും. അപ്പോൾ അതായത് 350 ആണ് നമുക്ക് ആക്ച്വൽ വാല്യൂ ആയിട്ട് കിട്ടിയിരിക്കുന്നത് n. Sn അല്ലെങ്കിൽ S350 വിൽ ബി ഈക്വൽ ടു ഫസ്റ്റ് ടേം എന്തായിരുന്നു? -50 പ്ലസ് ലാസ്റ്റ് ടേം 2044 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു n, അതായത് 350. ഇനി നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ 1994 ബൈ 2 ഇൻറ്റു 350 എന്നാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് 1994 ഇൻറ്റു 350 ബൈ 2 എന്ന് പറയുമ്പോൾ 175. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് കാൽക്കുലേറ്ററിലൊന്ന് അടിച്ചു നോക്കാം എത്രയാണ് വരുന്നതെന്നുള്ളത്. 1994 ഇൻറ്റു 175 is equal to 3,48,950. Okay,
3,48,950. അപ്പോൾ ഇതാണ് ആ സീരീസിൻ്റെ ആക്ച്വൽ സം എന്ന് പറയുന്നത്. അതായത് സം ഓഫ് ദി സീരീസ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 3,48,950. ഇനി നമുക്കിതൊന്ന് ഷോർട്ട് ഫോമിൽ എഴുതി നോക്കിയാലോ. അതായത് ഈ സീരീസിനെ ജസ്റ്റ് ഒരു ഷോർട്ട് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ സിഗ്മ k = 1 to 350, അതായത് k = 1 തൊട്ട് 350 ടേംസ് വരെ. കണ്ടീഷൻ എന്താണ്? -50 പ്ലസ് -50 പ്ലസ് 6 ഇൻറ്റു k - 1 എങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം നമുക്ക് എന്ത് കിട്ടണം? -50 കിട്ടണം. അപ്പോൾ k = 1 കൊടുക്കുമ്പോൾ ആ ടേമിൽ 6 ഇൻറ്റു k - 1 0 ആയി പോകും, -50 കിട്ടും. അഗെയിൻ k = 2 കൊടുത്തു കഴിഞ്ഞാൽ -44 കിട്ടും. ആൻഡ് ഇറ്റ് വിൽ ഗോ ഓൺ ലൈക്ക് ദാറ്റ്. അപ്പോൾ നമുക്ക് ആ സീരീസ് എക്സാക്ട്ലി ഇത് ഈ ഒരു ഇക്വേഷൻ വെച്ച് റെപ്ലിക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റും.